ഹായ്. നമ്മൾ ചിന്തിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. സ്ട്രെസ്സും ആൻഡ് എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ സ്ട്രെസ്. അതായത് നമ്മളെല്ലാവരും സ്ട്രെസ്സ് പലതരത്തിൽ അനുഭവിക്കുന്ന ആളുകളാണ്. സ്ട്രെസ് അനുഭവിക്കാത്ത ആളുകളുണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ചെറിയ സ്കൂൾ കുട്ടികൾ വരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. മേ ബി അവർക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ്. അതുപോലെ കളിക്കാനും പുറത്തോടി നടക്കാനൊന്നും പറമ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതാണ് അവരുടെ സ്ട്രെസ്. അതുപോലെ മുതിർന്ന ആൾക്കാർക്ക് ജോലി, ഫാമിലി, റിലേഷൻഷിപ്പിൽ സ്ട്രെസ് ഉണ്ട്. ഓൾഡർ ഏജിലുള്ള ആൾക്കാർക്ക് അവരുടേതായ സ്ട്രെസ്സുകളുണ്ട്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇതാണ്. അതായത് സ്ട്രെസ് ഇസ് ഈക്വൽ ടു വെൻ പ്രഷർ ഈസ് ഹയർ ദാൻ റിസോഴ്സ്. നമുക്കുള്ള റിസോഴ്സിനേക്കാൾ കൂടുതലായിട്ട് പ്രഷർ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിലുള്ള റിസോഴ്സിനെ കൂട്ടാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രഷർ മേ ബി നമ്മുടെ ഫാമിലിയിലെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഏത് മേഖലയിലാണ് നമുക്ക് പ്രഷർ വരുന്നത്, ആ പ്രഷറിനെ നേരിടാൻ തക്കവണ്ണം നമ്മൾ റിസോഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ പറ്റും. കാരണം ഈ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ റിസോഴ്സ് ആകുമ്പോഴാണ് സ്ട്രെസ് വരുന്നത്. പക്ഷേ റിസോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ എന്ന് പറയുമ്പോൾ റിസോഴ്സാണ് ആ ഒരു പ്രഷറിനെക്കാളും കൂടുതൽ എന്ന രീതിയിൽ എത്തുമ്പോൾ നമുക്കത് സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നില്ല. നമുക്ക് ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചില സിറ്റുവേഷനിൽ വളരെ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ആ പ്രഷർ ഏത് മേഖലയിൽ നിന്നാണ് നമുക്ക് വരുന്നത് അതിന് നമ്മൾ ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ മേ ബി അറ്റ്ലീസ്റ്റ് നമ്മൾ വി ഹാവ് ടു ടേക്ക് എ ഗ്യാപ്പ്, അല്ലെങ്കിൽ ടേക്ക് ആൻ ഇൻ്റർവെൽ, ടേക്ക് എ റെസ്റ്റ്. കാരണം നമുക്ക് താങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ വി ഹാവ് ടു ടേക്ക് എ റെസ്റ്റ്, വി ഹാവ് ടു ടേക്ക് ആൻ ഇൻ്റർവെൽ. വീണ്ടും നമ്മൾ ആ ഒരു റിസോഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ആ പ്രഷർ നിലനിൽക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വി ക്യാൻ ഹാൻഡിൽ ദി സ്ട്രെസ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ലൈഫിൽ ഉള്ള റിസോഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള റിസോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കാത്തതുമായ പലതരത്തിലുള്ള റിസോഴ്സുകളുണ്ട്. അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ റിസോഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു. ഹായ്. നമ്മൾ ചിന്തിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. സ്ട്രെസ്സും ആൻഡ് എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ സ്ട്രെസ്. അതായത് നമ്മളെല്ലാവരും സ്ട്രെസ്സ് പലതരത്തിൽ അനുഭവിക്കുന്ന ആളുകളാണ്. സ്ട്രെസ് അനുഭവിക്കാത്ത ആളുകളുണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ചെറിയ സ്കൂൾ കുട്ടികൾ വരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. മേ ബി അവർക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ്. അതുപോലെ കളിക്കാനും പുറത്തോടി നടക്കാനൊന്നും പറമ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതാണ് അവരുടെ സ്ട്രെസ്. അതുപോലെ മുതിർന്ന ആൾക്കാർക്ക് ജോലി, ഫാമിലി, റിലേഷൻഷിപ്പിൽ സ്ട്രെസ് ഉണ്ട്. ഓൾഡർ ഏജിലുള്ള ആൾക്കാർക്ക് അവരുടേതായ സ്ട്രെസ്സുകളുണ്ട്.